ബ്ലാക്ക് മെയിൽ കേസിലെ പ്രതികളായ ബിന്ദിയ എസ് തോമസ്, റുക്സാന പി ദാസ് എന്നിവർ കഴിഞ്ഞ മാസമാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് പറയാൻ നിർബന്ധിച്ചെന്നും PJ കുര്യൻ, KC വേണുഗോപാൽ, ബിനീഷ് കോടിയേരി എന്നിവരുടെ പേരുകൾ പറയാൻ നിർബന്ധിച്ചുവെന്നുമാണ് പരാതിയിലുണ്ടായിരുന്നത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയത്. എന്നാൽ പരാതി വ്യാജമാണെന്നും കേസന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള പ്രതികളുടെ തന്ത്രമാണിതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി പറഞ്ഞു. പരാതിയിൽ കഴമ്പൊന്നുമില്ല, അവരങ്ങനെ ദേഹോപദ്രവമൊന്നും ചെയ്തിട്ടില്ല. ഇത് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുള്ള ഒരു പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൂടാതെ കുറ്റാരോപിതരായ പോലീസ് ഓഫീസേഴ്സിനും നോട്ടീസ് അയച്ചിരുന്നു. അവരും വന്നിട്ട് അവരങ്ങനെ ദേഹോപദ്രവമൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ പ്രതികളെ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണെന്നാണ് പരാതി വന്നിരിക്കുന്നത്. കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ R നിശാന്തിനി പീഡിപ്പിച്ചതായും പരാതിയിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കമ്മീഷൻ നിശാന്തിനിയെയും വിസ്തരിച്ചിരുന്നു. അതേസമയം പ്രതികളെ പീഡിപ്പിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിന്റെ ഭാഗമായുള്ള സ്വാഭാവിക ചോദ്യം ചെയ്യലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും R നിശാന്തിനി പറഞ്ഞു. അത് അവരുടെ പരാതിയാണ്, ആരോപണങ്ങളാണ്. അതിന് നമ്മൾ ഇത് ചെയ്ത് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു റിപ്പോർട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ആരോപണങ്ങളാണ്. കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ എതിർപ്പുണ്ടെങ്കിൽ ഈ മാസം 26-ന് പ്രതികൾക്ക് വീണ്ടും കമ്മീഷനെ സമീപിക്കാമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു. മീഡിയ 1, കൊച്ചി.